ദൈവത്തിൻ്റെ അതിപരിശുദ്ധമായിരിക്കുന്ന നാമത്തിന് മഹത്വമുണ്ടാകുവാൻ ഇടയാകട്ടെ. അനുഗ്രഹിക്കപ്പെട്ട നല്ല സമയത്തിനായി ദൈവത്തെ സ്തുതിക്കുന്നു. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ആഴം ശക്തമായി ഇടപെടുന്ന വചനത്തിൻ്റെ ദൂത് ഹൃദയത്തിന് വിടുതലായി ജീവിത നിലവാരങ്ങൾക്ക് വിടുതലിനും ചൈതന്യത്തിനും കാരണമാകത്തക്ക നിലയിൽ പരിശുദ്ധാത്മ തൊടുന്ന അത്ഭുതത്തിൻ്റെ ഒരു ദിവസമായി തീരുവാൻ ഇടയാകട്ടെ. യേശുവിൻ്റെ നാമത്തിൽ സ്നേഹവന്ദനത്തെ അറിയിക്കുന്നു. 40-ാം സങ്കീർത്തനം 1-ാം വാക്യം. ഞാൻ യഹോവയ്ക്കായി കാത്തിരുന്നു, അവനെങ്കലേക്ക് ചാഞ്ഞ് എൻ്റെ നിലവിളി കേട്ടു. നമുക്ക് വളരെ പരിചയമുള്ള ഒരു സങ്കീർത്തനം, വളരെ അനുഗ്രഹിക്കപ്പെട്ട ഒരു സങ്കീർത്തനം, 40-ാം സങ്കീർത്തനം. ഒരുപാട് ദൂതുകൾ മറഞ്ഞു കിടക്കുന്ന ആ സങ്കീർത്തനത്തിൽ നിന്ന് ദൈവത്തിൻ്റെ ശബ്ദം പരിശുദ്ധാത്മാവ് ഇന്ന് വെളിപ്പെടുത്തുന്ന ദൂത് ഇപ്രകാരം: ഞാൻ യഹോവയ്ക്കായി കാത്ത് ഇരുന്നു. അവസ്ഥകൾക്ക് മാറ്റം വരുത്തുന്ന ദൈവം, അവസ്ഥകൾക്ക് വ്യത്യാസം വരുത്തുന്ന ദൈവം. ഏത് സാഹചര്യമാണെങ്കിലും അതിനകത്തുനിന്ന് കരം പിടിച്ച് ഉയർത്തുവാൻ നമ്മുടെ ദൈവം മതിയായ കർത്താവ. ദാവീദിൻ്റെ ജീവിതാനുഭവം ഇവിടെ ഈ സങ്കീർത്തനത്തിൽ വളരെ വ്യക്തമാണ്. കർത്താവിനായിട്ട് ദാവീദ് കാത്തിരുന്നു. ആവർത്തിക്കുന്ന ഒരു വാക്കതിനകത്ത് കാണുക, കാത്തിരുന്നു. ഒരു ദിവസം നോക്കിയിരുന്നു, അടുത്ത ദിവസം കണ്ടില്ലെങ്കിൽ മാറുന്ന ഒരു തലമല്ല, വീണ്ടും കാത്തിരിക്കുകയാണ്. ദൈവം ചാഞ്ഞു വരുന്ന സമയം വരെ കർത്താവിനായി കാത്തിരിക്കുകയാണ്. ഇന്ന് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ഹൃദയതലങ്ങളിൽ ദൂത് ഇടപെടുന്നു. ദൈവത്തിൻ്റെ പൈതലേ, അല്പസമയം വിഷയത്തിനായി കാത്തിരുന്നു, എന്ന മടുപ്പ് നിമിത്തം, കാണാത്തത് നിമിത്തം ജീവിതസ്ഥിതി സാഹചര്യത്തിൻ്റെ നടുവിൽ മാറി നിൽക്കുന്ന ഒരു അനുഭവമാണോ? ജീവിതത്തിൻ്റെ തലങ്ങളിൽ വീണ്ടും അതിനകത്ത് പ്രാർത്ഥിക്കാതെ, ആ വിഷയത്തിനായി ദൈവസന്നിധിയിൽ ജാഗരിക്കാതെ വീണ്ടും എഴുന്നേൽക്കുന്നൊരു തലമാണോ? പരിശുദ്ധാത്മ പറയുന്നു, ദൈവത്തിൻ്റെ സന്നിധിയിൽ വീണ്ടും മുട്ടുകുത്തുമ്പോൾ, വീണ്ടും പ്രാർത്ഥിക്കുമ്പോൾ കാത്തിരിക്കുന്ന ആ അനുഭവം ലജ്ജയ്ക്കോ നിന്ദയ്ക്കോ സ്വർഗം ഇടപെടത്തില്ല. ആ നിലവാരത്തിൽ ദൈവത്തിൻ്റെ മഹത്വത്തിൻ്റെ പ്രവൃത്തി നിശ്ചയമായി കൂടാരത്തിൽ ദൈവം അത് വെളിപ്പെടുത്തിയിരിക്കും. ജീവിതത്തിൻ്റെ സ്ഥിതിയിൽ ദാവീദ് കുഴഞ്ഞ ചേറ്റിലും നാശകരമായ കുഴിയിലായിരിക്കുമ്പോഴും ഭക്തൻ ദൈവത്തെ ആശ്രയിക്കുക, ദൈവത്തോട് നിലവിളിക്കുക. അതുകൊണ്ട് സംഭവിച്ച ഗുണങ്ങൾ അനവധിയ ശ്രേഷ്ഠമായ തലങ്ങളാ ജീവിതത്തിൻ്റെ അനുഭവമാക്കി തീർക്കുവാനിടയായി തീർന്നത്. ഇന്ന് പരിശുദ്ധാത്മാ അതിനകത്തും ദൂത് പറയും, ദൈവത്തിൻ്റെ പൈതലേ, ഈ അവസ്ഥയിലും ദൈവത്തെ ആശ്രയിക്കുമ്പോൾ കർത്താവ് ചാഞ്ഞു വരും, ദൈവം ചാഞ്ഞിറങ്ങും. നിശ്ചയവ ദാവീദിൻ്റെ ജീവിതത്തിൽ മനുഷ്യരടുക്കാത്ത ഇടത്ത്, മനുഷ്യർ എന്തായെന്ന് ചോദിക്കാത്തിടത്ത്, മനുഷ്യരാരും സഹായിക്കാനില്ലാത്തിടത്ത് കർത്താവ് ചാഞ്ഞു വന്ന ചരിത്രം ദാവീദ് വെളിപ്പെടുത്തുക. ഇന്ന് പരിശുദ്ധാത്മാവ് ഹൃദയതലങ്ങളിൽ ദൂത് ഇടപെടുന്നു. ദൈവത്തിൻ്റെ പൈതലേ, ദൈവം ചാഞ്ഞു വരുന്ന ദിവസവാ, ദൈവം ചാഞ്ഞിറങ്ങുന്ന ദിവസവാ. ദൈവത്തിൻ്റെ പ്രവൃത്തിയുണ്ട്. ഭക്തൻ പറയുന്നു, നാശകരമായ കുഴിയിലായിരുന്നു തൻ്റെ ജീവിതം, കുഴഞ്ഞ ചേറ്റിലായിരുന്നു തൻ്റെ അവസ്ഥ എന്ന് ദൈവം അതിനകത്തുനിന്ന് കരം പിടിച്ച് പുറത്തു കൊണ്ടുവന്നു. പരിശുദ്ധാത്മാവ് ഇന്ന് പകൽ ശക്തിയോടെ ഈ ദിവസം ദൂത് വെളിപ്പെടുത്തുക. നാശകരമായ സാഹചര്യത്തിലായിട്ടും നാശകരമായ അവസ്ഥയിലായിട്ടും നശിച്ചു പോകാതെ പരിപാലിക്കുന്ന ദൈവം. ദൈവത്തിൻ്റെ പൈതലേ, ഇതുപോലെ നമ്മുടെ ജീവിതസ്ഥിതികൾ, നമ്മളായിരിക്കുന്ന സാഹചര്യങ്ങൾ എല്ലാ ദിവസവും അനുകൂലമാകണമെന്നില്ല, എല്ലാ ദിവസവും ഒരുപോലെ ആകണമെന്നില്ല. ദാവീദിനെ പോലെ തകർന്നു പോകേണ്ട വഴികൾ, ഉടഞ്ഞു പോകേണ്ട അവസ്ഥകൾ, അനർത്ഥങ്ങൾ, കവിഞ്ഞു വരുന്ന നിലവയിലുള്ള സാധ്യതകൾ, ഇതെല്ലാം തരണം ചെയ്ത് ഓരോ നിമിഷങ്ങളും ദിവസങ്ങളും മുന്നേറുമ്പോൾ ഇതിനകത്ത് ദൈവത്തിൻ്റെ പരിപാലനമില്ലേ, ദൈവത്തിൻ്റെ വിശ്വസ്തതയില്ലേ, ദൈവത്തിൻ്റെ കരമില്ലേ? പരിശുദ്ധാത്മാവ് ആഴമായി ദൂത് ഇടപെടുക. പ്രാർത്ഥിക്കുന്ന ദൈവത്തിൻ്റെ പൈതൽ ഏത് നാശകരമായ വഴിയിലൂടെ സഞ്ചരിച്ചാലും, ഏത് ജീവിത പാതയിൽ സംഘർഷത്തിൽ കൂടെ കടക്കേണ്ടി വന്നാലും അത് തൊടത്തില്ല. ദൈവത്തിൻ്റെ പരിപാലനമുണ്ട്. ദാവീദ് നാശകരമായ കുഴിയിലായിട്ടും
നശിച്ചു പോകുവാനിടയായില്ല, തകർന്നു പോകുവാനിടയായില്ല, പരാജയപ്പെട്ടു പോകുവാനിടയായില്ല. ദൈവം ഉറപ്പുള്ള പാറമേൽ നിർത്തിയെന്ന് കർത്താവിൻ്റെ വചനം പറയുന്നു. ദൈവത്തിൻ്റെ പൈതലേ, അവസ്ഥ മാറ്റുന്ന ദൈവം, സ്ഥിതി മാറ്റുന്ന ദൈവം, മനുഷ്യർക്കാർക്കും മാറ്റുവാൻ കഴിയാത്ത സ്ഥിതിയിലാണോ ഇന്നായിരിക്കുന്നത്? പരിശുദ്ധാത്മാവ് അതിശക്തമായി ദൂത് വെളിപ്പെടുത്തുന്നു. ഈ ദിവസങ്ങളിൽ അവസ്ഥയ്ക്കൊരു മാറ്റമുണ്ട്. ഈ ദിവസങ്ങളിൽ സ്ഥിതിക്കൊരു ഭേദം വരുത്തുന്ന ദൈവത്തിൻ്റെ ഇടപെടൽ കുടുംബത്തിൽ, ജീവിതത്തിൻ്റെ മേഖലകളിൽ സമ്പൂർണ്ണമായി സ്വർഗവിധ വെളിപ്പെടുത്താൻ പോകുന്നു. ഇപ്പോൾ ആയിരിക്കുന്ന തലത്തിൽ നിന്ന് ഉറപ്പുള്ള മണ്ഡലങ്ങളിലേക്ക്, ഉറപ്പുള്ള മേഖലകളിലേക്ക് ദൈവത്തിൻ്റെ കരമിറങ്ങി വരുന്നു. ദൈവത്തിൻ്റെ ശക്തി വെളിപ്പെടുത്തിയ അവസ്ഥയ്ക്ക് ഇതാ അത്ഭുതകരമായ ഒരു മാറ്റം. ചാഞ്ഞു വന്ന് വിടുവിക്കുന്ന ദൈവം, നിലവിളി കേട്ട് ഇറങ്ങി വന്ന് സഹായിക്കുന്ന ദൈവം. ദൈവത്തിൻ്റെ പൈതലേ, ഈ ദിവസങ്ങളിൽ അവസ്ഥ മാറും. ഈ ദിവസങ്ങളിൽ കുടുംബത്തിൻ്റെ അവസ്ഥ മാറും, തലമുറയുടെ അവസ്ഥ മാറും. എൻ്റെ സ്ഥിതി ഇതാ, എൻ്റെ തലമുറയുടെ സ്ഥിതി ഇതാ. ഇപ്രകാരം ഓർത്ത് ഭാരപ്പെടുന്ന ദൈവത്തിലെ ദൈവത്തിൻ്റെ ദൂത് ആഴമായി വിശ്വസിക്കട്ടെ. ഈ ദിവസങ്ങളിൽ എൻ്റെ അവസ്ഥ എൻ്റെ ദൈവം മാറ്റും. കർത്താവ് അങ്ങനെ ചെയ്യാൻ പോവുക. ദൈവം സഹായിക്കും. പ്രാർത്ഥിക്കട്ടെ. നിത്യനായിരിക്കേണ്ട ദൈവമേ, സ്വർഗീയ പിതാവേ, ഇന്ന് കേൾപ്പിച്ച ഞങ്ങളുടെ ദൂതനായി സ്തോത്രം, ആലോചനയ്ക്കായി സ്തോത്രം. വചനം കേൾക്കുന്ന ദൈവമക്കളെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കും. ദൈവം ഇടപെട്ട ശബ്ദം അവസ്ഥ മാറുമെന്ന് ദൈവമേ, ഈ ദിവസങ്ങളിൽ കർത്താവ് അങ്ങനെ ചെയ്തു കൊടുക്കാൻ പോകുന്നതിനായി സ്തോത്രം ചെയ്യുന്നു. വചനം കേൾക്കുന്ന ദൈവമക്കളെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. ദൈവിക വിടുതലും ദൈവമഹത്വം കണ്ട് സന്തോഷിക്കുന്ന ഒരു ദിവസമായി തീരുവാൻ പ്രാർത്ഥിക്കുക. വചനം കേൾക്കുന്ന ദൈവമക്കളെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുക. അനുഗ്രഹമായി തീരട്ടെ. കർത്താവ് അങ്ങനെ ചെയ്യുന്നതിനായി സ്തോത്രം. പ്രാർത്ഥന കേട്ടത് നന്ദി. യേശുവിൻ്റെ നാമത്തിൽ തന്നെ. ആമേൻ.